ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ലേണിനോ. അപ്പോൾ നമ്മളിന്ന് വരാൻ പോകുന്ന RRB JE CBT 2-ന് വേണ്ടിയിട്ടുള്ള എക്സാം പ്രിപ്പറേഷനിലാണ്. അപ്പോൾ എന്താണ് അതിന് വേണ്ടിയിട്ടുള്ള DC മെഷീൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ MCQs ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the function of brushes in a DC generator is to. എന്താ ചോദിച്ചിട്ടുള്ളത്? DC ജനറേറ്ററിലെ ബ്രഷിൻ്റെ ഫംഗ്ഷൻ ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഓപ്ഷൻ എ കളക്ട് കറന്റ് ഫ്രം ദ കമ്മ്യൂട്ടേറ്റർ, ഓപ്ഷൻ ബി കൺവേർട്ട് AC ടു DC, ഓപ്ഷൻ സി പ്രൊവൈഡ് ലോ റിലക്റ്റൻസ് പാത്ത് ഫോർ ദ മാഗ്നറ്റ്, ഓപ്ഷൻ ഡി ഹോൾഡ് ദ ആർമേച്ചർ വൈൻഡിങ്. എന്തിനു വേണ്ടിയിട്ടാണ്? എന്താണ് മെയിൻ പർപ്പസ് ഓഫ് ബ്രഷ്? കമ്മ്യൂട്ടേറ്ററിന്ന് കറൻറ്റ് കളക്ട് ചെയ്യുക, അതല്ലേ മെയിൻ പർപ്പസ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, കൺസ്ട്രക്ഷൻ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുള്ള പോയിന്റുകളാണ് ഇതൊക്കെ. അപ്പോൾ മെയിൻ ഫംഗ്ഷൻ ഓഫ് എന്താണ് ബ്രഷ് ഇൻ DC ജനറേറ്റർ എന്ന് പറഞ്ഞാൽ അത് എന്തുതന്നെയാണ്? കളക്ട് കറൻറ്റ് ഫ്രം ദ കമ്മ്യൂട്ടേറ്റർ. അപ്പോൾ ബ്രഷസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന എന്ത് ടൈപ്പ് ബ്രഷസ് ആണ് നമ്മൾ യൂസ് ചെയ്യുക? കാർബൺ ബ്രഷസ് ആണ് അല്ലേ. അറിയാലോ, അതിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് വന്ന് കാണാറുണ്ട്. അപ്പോൾ കാർബൺ ബ്രഷസ് ആണ് യൂസ് ചെയ്യുന്നത്. കാർബൺ ബ്രഷിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? കറൻറ്റ് കളക്ട് ചെയ്യുക അല്ലേ. എവിടെ നിന്നാണ് കറൻറ്റ് കളക്ട് ചെയ്യുന്നത്? കമ്മ്യൂട്ടേറ്ററിൽ നിന്ന്, അറിയാലോ. അതുകൂടാതെ എന്താണ് വേറെ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് നോക്കേണ്ടത്? ബ്രഷസ് റിലേറ്റഡ് ആയിട്ട് ഇല്ല അല്ലേ. അപ്പോൾ ഇതാണ് എന്താണ് മെയിൻ ഫംഗ്ഷൻ ഓഫ് ബ്രഷ് എന്ന് പറയുന്നത്. Question number 2, the yoke in a large DC machine is made of. അതായത് DC മെഷീൻസിൻ്റെ യോക്ക് എന്ത് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? ഓപ്ഷൻ എ മൈൽഡ് സ്റ്റീൽ, ഓപ്ഷൻ ബി ഗ്രെയിൻ ഓറിയൻറ്റഡ് സ്റ്റീൽ, ഓപ്ഷൻ സി കാസ്റ്റ് അയോൺ, ഓപ്ഷൻ ഡി കാസ്റ്റ് സിലിക്കൺ സ്റ്റീൽ. എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? യോക്ക് പറയുന്നത് കോമൺലി എന്ത് തന്നെയാണ് പറയുക? കാസ്റ്റ് സ്റ്റീൽ തന്നെയാണ് പറയുന്നത്. പക്ഷേ ഓപ്ഷനിൽ എന്താണ്? കാസ്റ്റ് സിലിക്കൺ സ്റ്റീൽ ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് പ്രിഫർ ചെയ്യാം? ഓപ്ഷൻ ഡി പ്രിഫർ ചെയ്യാം, അതായത് കാസ്റ്റ് സിലിക്കൺ സ്റ്റീൽ. അപ്പോൾ യോക്ക് എന്ന് പറയുന്നത് ഒരു DC മെഷീൻ്റെ ഔട്ടർ ഫ്രെയിം ആണെന്നറിയാം അല്ലേ. അത് ഉണ്ടാക്കിയിട്ടുള്ളത് എന്തുകൊണ്ടാണ്? കാസ്റ്റ് അയേൺ അല്ലെങ്കിൽ സ്റ്റീൽ കൊണ്ടാണ് കേട്ടോ, ഓർത്ത് വെക്കണം. അതായത് ഒരു സ്മാൾ DC മെഷീനാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ അതെന്താണ്? കാസ്റ്റ് അയോൺ കൊണ്ട് അല്ലേ. ലാർജ് DC മെഷീൻ ആണെങ്കിൽ അത് കാസ്റ്റ് സ്റ്റീൽ. ചില ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നമുക്ക് ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഇതിൽ കോമൺ ആയിട്ട് യോക്ക് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ചില ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ എന്ത് ചോദിക്കാറുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു DC മെഷീൻ്റെ എന്താണ് സ്മാൾ DC മെഷീൻ ആണെങ്കിൽ അതിൽ യോക്ക് ഏത് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ കാസ്റ്റ് അയോൺ കൊണ്ടാണ്. ലാർജ് DC മെഷീൻ ആണെങ്കിൽ അത് കാസ്റ്റ് സ്റ്റീലാണ്, മാറിപ്പോവരുത് കേട്ടോ. അപ്പോൾ യോക്ക് ആണെങ്കിൽ കാസ്റ്റ് സ്റ്റീൽ, പോൾ അല്ലെങ്കിൽ പോൾ ഷൂ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, അതും എന്ത് തന്നെയാണ്? കാസ്റ്റ് സ്റ്റീൽ തന്നെയാണ് പറയുന്നത്. ആർമേച്ചർ കോർ ആണെങ്കിൽ ലാമിനേറ്റഡ് സ്റ്റീലാണ്. കമ്മ്യൂട്ടേറ്റർ ഹോട്ട് ഡ്രോൺ കോപ്പർ. ബ്രഷസ് ആണെങ്കിൽ കോപ്പർ അല്ലെങ്കിൽ കാർബൺ ബ്രഷസ് ആണ് കേട്ടോ, കോപ്പർ വരില്ല, കാർബൺ ബ്രഷസ് തന്നെയാണ് കേട്ടോ. അല്ലെങ്കിൽ ഗ്രാഫൈറ്റ് ആണ്. അപ്പോൾ അതിലൊരു മിസ്റ്റേക്കാണ്. അപ്പോൾ എന്താണ് നമ്മൾ വരുന്നത്? കാർബൺ ആണ് യൂസ് ചെയ്യുക ബ്രഷസ്. അത് നോർമൽ അല്ലെങ്കിൽ ലാർജ് ആണെങ്കിൽ ഗ്രാഫൈറ്റ് യൂസ് ചെയ്യും. ഓക്കെ. Question number 3, in DC generator wave winding is used for which type of machine? അതായത് ഒരു DC ജനറേറ്ററിൻ്റെ കേസിൽ വേവ് വൈൻഡിങ് അല്ലേ, അത് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഏത് ടൈപ്പ് ഓഫ് മെഷീൻസിലാണ് അത് യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ ഹൈ വോൾട്ടേജ് ലോ കറന്റ്, ഓപ്ഷൻ ബി ഹൈ കറന്റ് ലോ വോൾട്ടേജ്, ഓപ്ഷൻ സി ഹൈ വോൾട്ടേജ് ഹൈ കറന്റ്, ഓപ്ഷൻ ഡി ലോ വോൾട്ടേജ് ലോ കറന്റ്. ഏതിനകത്താണ് അത് യൂസ് ചെയ്യുക? നമുക്കറിയാം, ഒരു DC ജനറേറ്റർ എടുത്തു കഴിഞ്ഞാൽ 2 types ഓഫ് വൈൻഡിങ് ആണ് മെയിനായിട്ട് നമ്മൾ പഠിക്കുന്നത് അല്ലേ കൺസ്ട്രക്ഷനിൽ. ഏതൊക്കെയാണ്? ലാബ് വൈൻഡിങ്ങും വേവ് വൈൻഡിങ്ങും. പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ചെയ്ത് ഉള്ളതാണ്. അപ്പോൾ എന്താണ് നമ്മളുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്? വേവ് വൈൻഡിങ് അല്ലേ, വേവ് വൈൻഡിങ്ങിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ വേവ് വൈൻഡിങ്ങിൻ്റെ കേസിൽ പാരലൽ പാത്ത് എത്രയായിരിക്കും? 2 ആയിരിക്കും. അത് മെയിനായി യൂസ് ചെയ്യുന്നത് ഏതിലാണ്? ഹൈ വോൾട്ടേജ് ലോ കറണ്ട് ആപ്ലിക്കേഷൻസിലാണ് നമ്മളത് യൂസ് ചെയ്യുക. ലാബ് വൈൻഡിങ് എടുക്കുമ്പോൾ എങ്ങനെയാണ്? അതിൻ്റെ പാരലൽ പാത്ത് എന്താണ്? എത്ര പോൾസ് ഉണ്ടോ അതിന് ഈക്വൽ ആയിരിക്കും അല്ലേ. അത് മെയിനായി യൂസ് ചെയ്യുന്ന ഏതിലാണ്? ലോ വോൾട്ടേജും ഹൈ കറണ്ട് ആപ്ലിക്കേഷൻസും. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് വേവ് വൈൻഡിങ് ആണ്. അപ്പോൾ ഏതാണ്? ഹൈ വോൾട്ടേജും ലോ കറൻ്റ് ആണ്. ഓപ്ഷൻ എ ആണ്. ഹൈ വോൾട്ടേജും ലോ കറണ്ട് ആപ്ലിക്കേഷൻസിലാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. Question number 4, the function of commutator in a DC generator is to. എന്താണ് ഒരു DC ജനറേറ്ററിലെ കമ്മ്യൂട്ടേറ്ററിൻ്റെ ഫംഗ്ഷൻ എന്താണ്? അറിയാലോ, DC ആണ്. DCയിലേക്ക് മാറ്റുക, കൺവേർട്ട് ചെയ്യുകയാണ് അല്ലേ. കൺവേർട്ടിങ് AC ടു DC തന്നെയാണ് അതിൻ്റെ മെയിൻ ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്. കൺവേർട്ടിങ് AC ടു DC. നോക്കിയേ, കൺവേർട്ടിങ് DC ടു AC ഉണ്ട് ആണോ? അല്ല അല്ലേ. കളക്ടിങ് ദ കറന്റ് ഫ്രം ദ ആർമേച്ചർ ആണോ? അല്ല. സപ്പോർട്ട് ദ റൊട്ടേറ്റിംഗ് പാർട്സ് അല്ല. ഏതാണ്? കൺവേർട്ടിങ് AC ടു DC. ACന്ന് DCയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് മെയിനായിട്ട് ആരുടെ ഫംഗ്ഷൻ? കമ്മ്യൂട്ടേറ്ററിൻ്റെ
ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡി സി മോട്ടറിൽ എടുക്കുമ്പോൾ നോക്കിയേ ഇൻ കേസ് ഓഫ് ഡി സി ജനറേറ്ററിലാണെങ്കിൽ കമ്മ്യൂട്ടേറ്റർ ഈസ് യൂസ് ടു കൺവേർട്ട് ജനറേറ്റഡ് എ സി ഇൻ ആർമേച്ചറിൽ ജനറേറ്റ് ചെയ്തിട്ടുള്ള എ സിനെ എന്താക്കി മാറ്റുകയാണ് ചെയ്യുന്നത്, ഡി സി ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത് അല്ലേ. Question number 5. The field coil of DC generators are generally made up of. അടുത്തത് എന്താണ്, നമ്മളുടെ ഡി സി ജനറേറ്ററിലെ ഫീൽഡ് കോയിൽ. ഡി സി ജനറേറ്റർ ആണെങ്കിലും നമ്മുടെ ഡി സി മെഷീൻസ് തന്നെ പറയാം, കാരണം കൺസ്ട്രക്ഷൻസ് ഒക്കെ എന്താണ് സെയിം തന്നെയാണ് അല്ലേ. ഡി സി മോട്ടറിൻ്റെയും ഡി സി ജനറേറ്ററിൻ്റെയും കൺസ്ട്രക്ഷൻ സെയിം ആണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഡി സി ജനറേറ്റർ ആയിക്കോട്ടെ മോട്ടർ ആയിക്കോട്ടെ അതിൽ ഫീൽഡ് കോയിൽ എന്ത് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, ഏത് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? ഓപ്ഷൻ എ മൈക്ക, ഓപ്ഷൻ ബി കോപ്പർ, ഓപ്ഷൻ സി കാസ്റ്റ് അയൺ, ഓപ്ഷൻ ഡി കാർബൺ. ഏത് മെറ്റീരിയൽ കൊണ്ടാണ്? കോപ്പർ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഏതാണ്? കോപ്പർ കൊണ്ടാണ്. എന്തുകൊണ്ടാണ് നമ്മൾ കോപ്പർ സെലക്ട് ചെയ്യുന്നത് മനസ്സിലാക്കണ്ടേ. കോപ്പർ ഒരു ഗുഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി മെറ്റീരിയൽ ആണ്. അതുകൂടാതെ എന്താണ്, ഗുഡ് തെർമൽ കണ്ടക്ടിവിറ്റി ഉണ്ട്. അതുപോലെ കൊറോഷൻ റെസിസ്റ്റൻസ് മെറ്റീരിയൽ ആണ് ആര്, നമ്മളുടെ കോപ്പർ എന്ന് പറയുന്ന ആൾ. ഓക്കെ, അപ്പോൾ ഫീൽഡ് കോയിൽ ഓഫ് എ ഡി സി ജനറേറ്റർ എന്ത് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? കോപ്പർ കൊണ്ടാണ്. എന്തുകൊണ്ടാണ് നമ്മൾ കോപ്പർ യൂസ് ചെയ്യുന്നത് ചോദിച്ചാൽ പറയണ്ടേ എന്താണ്? കോപ്പറിൻ്റെ പ്രത്യേകത ഗുഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉള്ള മെറ്റീരിയൽ ആണ്. അതുകൂടാതെ ഗുഡ് തെർമൽ കണ്ടക്ടിവിറ്റി ആൻഡ് കൊറോഷൻ റെസിസ്റ്റൻസ് മെറ്റീരിയൽ ആണ് ആര്, കോപ്പർ എന്ന് പറയുന്ന ആൾ. Question number 6. Why are armature winding made on the rotor of a DC machine? എന്തുകൊണ്ടാണ് ആർമേച്ചർ വൈൻഡിങ് എവിടെയാണ്? റോട്ടർ ഓഫ് എ ഡി സി മെഷീനിൽ ഉള്ളത് അല്ലേ. ഓപ്ഷൻ എ ഫോർ പ്രൊഡക്ഷൻ ഓഫ് വോൾട്ടേജ്, ഓപ്ഷൻ ബി ടു മേക്ക് റൊട്ടേഷൻ ഈസിലി, ഓപ്ഷൻ സി ഫോർ ഇലക്ട്രോകെമിക്കൽ കൺവേർഷൻ, ഓപ്ഷൻ ഡി ഫോർ കമ്മ്യൂട്ടേഷൻ. എന്തിനു വേണ്ടിയിട്ടാണത്? ഫോർ കമ്മ്യൂട്ടേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ആർമേച്ചർ വൈൻഡിങ് മെയ്ഡ് ഓൺ ദ റോട്ടർ, റൊട്ടേറ്റിംഗ് പാർട്ട്. ഡി സി മെഷീൻ്റെ റൊട്ടേറ്റിംഗ് പാർട്ടിൽ തന്നെ നമ്മൾ ആർമേച്ചർ വൈൻഡിങ് മെയ്ഡ് ചെയ്തിട്ടുള്ളത് എന്തുകൊണ്ടാണ്? ഫോർ കമ്മ്യൂട്ടേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? കമ്മ്യൂട്ടേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ്. Question number 7. The function of interpoles are. Interpolesന്റെ ഫംഗ്ഷൻ എന്താണ്? ഓപ്ഷൻ എ നള്ളിഫൈ റിയാക്ടൻസ് വോൾട്ടേജ്, ഓപ്ഷൻ ബി റെഡ്യൂസ് ക്രോസ് മാഗ്നറ്റൈസേഷൻ എഫക്ട്, ഓപ്ഷൻ സി നള്ളിഫൈ റിയാക്ടൻസ് വോൾട്ടേജ് ആൻഡ് റെഡ്യൂസ് ക്രോസ് മാഗ്നറ്റൈസേഷൻ എഫക്ട് ബോത്ത്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. എന്തിനു വേണ്ടിയിട്ടാണ് ഫംഗ്ഷൻ ഓഫ് എ ഇന്റർപോൾസ്? എന്തിനാണ്? നള്ളിഫൈ റിയാക്ടൻസ് വോൾട്ടേജ് ആൻഡ് റെഡ്യൂസ് ക്രോസ് മാഗ്നറ്റൈസേഷൻ എഫക്റ്റ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? റിയാക്ടൻസ് വോൾട്ടേജ്, നള്ളിഫൈ റിയാക്ടൻസ് വോൾട്ടേജ് ആൻഡ് റെഡ്യൂസ് ക്രോസ് മാഗ്നറ്റൈസേഷൻ എഫക്റ്റ് ഓഫ് ബോത്ത്. ഓപ്ഷൻ സി ആണ് ആൻസർ. അപ്പോൾ ഇന്റർപോളിൻ്റെ മെയിൻ ആയിട്ടുള്ള രണ്ട് ഫംഗ്ഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു ഡി സി മെഷീനിൽ ഇന്റർപോളിൻ്റെ ബേസ് ആയിട്ട്, അതായത് രണ്ട് ഫംഗ്ഷൻ ഉണ്ട്. എന്താണത്? ഓട്ടോമാറ്റിക് ന്യൂട്രലൈസേഷൻ ഓഫ് ക്രോസ് മാഗ്നറ്റൈസേഷൻ ഡ്യൂ ടു ആർമേച്ചർ റിയാക്ഷൻ ആണ് ഒരു ഫംഗ്ഷൻ. വേറെത് എന്താണ്? ടു കൗണ്ടർ ആൻഡ് ക്യാൻസൽ റിയാക്ടൻസ് വോൾട്ടേജ് ഇൻ ദ കോയിൽ അണ്ടർഗോയിങ് കമ്മ്യൂട്ടേഷൻ. ഇതാണ് മെയിൻ ആയിട്ടുള്ള രണ്ട് ഫംഗ്ഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെന്നൊക്കെ എന്താണ് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. Question number 8. Where is field winding mounted in a DC machine? DC മെഷീനിൽ എവിടെയാണ് ഫീൽഡ് വൈൻഡിങ് മൗണ്ട് ചെയ്തിട്ടുള്ളത്? ഓപ്ഷൻ എ സ്റ്റാറ്റർ, ഓപ്ഷൻ ബി റോട്ടർ, ഓപ്ഷൻ സി ആബ്സെൻറ്റ്, ഓപ്ഷൻ ഡി എനിവേർ ഓൺ സ്റ്റാറ്റർ ഓർ റോട്ടർ. എവിടെയാണ് ഫീൽഡ് വൈൻഡിങ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. സ്റ്റേഷനറി പാർട്ടിലാണ് അല്ലേ. നമ്മൾ കൺസ്ട്രക്ഷൻ നോക്കുമ്പോൾ ഒന്ന് ആലോചിച്ചാൽ മതി. ആ ഒരു ഡയഗ്രമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ, യോക്ക്, പോൾ ഷൂ, ആർമേച്ചർ വൈൻഡിങ്, അതുപോലെ കമ്മ്യൂട്ടേറ്റർ, അങ്ങനെയുള്ള ഓരോ പാർട്സുകളും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എന്തായാലും കിട്ടുന്നില്ലെങ്കിൽ ഒന്ന് വരച്ച് നോക്കുക. കാരണം എവിടെ നിന്നാണ് എങ്ങനെയാണ് പോകുന്നത്, ഓരോന്നിൻ്റെയും എക്സൈറ്റേഷൻ എവിടെയാണ്, ഏത് മെറ്റീരിയൽ കൊണ്ടാണ്. കാരണം എന്താണ്? കൺസ്ട്രക്ഷൻ, ഡി സി മെഷീൻ്റെ കൺസ്ട്രക്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നോക്കിയേ, ഫീൽഡ് വൈൻഡിങ് എവിടെയാണ് മൗണ്ട് ചെയ്തിട്ടുള്ളത് ഒരു ഡി സി മെഷീനകത്ത്? അത് സ്റ്റേഷനറി പാർട്ട്, സ്റ്റേറ്ററിലാണ്. എന്തിലാണത്? സ്റ്റേറ്ററിലാണെന്ന് അറിഞ്ഞിരിക്കുക. Question number 9. Interpole is used for. എന്തിനാണ് നമ്മൾ ഇന്റർപോൾ യൂസ് ചെയ്യുന്നത് അല്ലേ? ഓപ്ഷൻ എ ചേഞ്ച് ഡയറക്ഷൻ ഓഫ് ആർമേച്ചർ, ഓപ്ഷൻ ബി റെഡ്യൂസിങ് ദ റേറ്റ് ഓഫ് കറന്റ് ചേഞ്ചസ്, ഓപ്ഷൻ സി ടു അച്ചീവ് ദ സ്മൂത്ത് കമ്മ്യൂട്ടേഷൻ, ഓപ്ഷൻ ഡി ഇൻക്രീസ് സ്പാർക്ക് ഇൻ കമ്മ്യൂട്ടേഷൻ. എന്തിനാണ് ഇന്റർപോൾ യൂസ് ചെയ്യുന്നത്? സ്മൂത്ത് കമ്മ്യൂട്ടേഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ ഇന്റർപോൾസ് യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ എന്താണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഏതാണ്? ടു അച്ചീവ് ദ സ്മൂത്ത് കമ്മ്യൂട്ടേഷൻ. ഇതൊക്കെ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 10. ദ ആർമേച്ചർ ഓഫ് എ DC മെഷീൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് അനദർ വൺ. എന്താണ് നമ്മുടെ DC മെഷീനിലെ ആർമേച്ചർ ഏത് മെറ്റീരിയൽ കൊണ്ടാണെന്നാണ്. ഓപ്ഷൻ എ മൈൽഡ് സ്റ്റീൽ, ഓപ്ഷൻ ബി സിലിക്കൺ സ്റ്റീൽ, ഓപ്ഷൻ ഡി സി സ്റ്റെയിൻലെസ് സ്റ്റീൽ, ഓപ്ഷൻ ഡി കാസ്റ്റ് അയോൺ. അപ്പോൾ ഏത് മെറ്റീരിയൽ കൊണ്ടാണ് നമ്മളുടെ DC മെഷീൻ്റെ ആർമേച്ചർ ഉണ്ടാക്കിയിട്ടുള്ളത്? അത് സിലിക്കൺ സ്റ്റീൽ മെറ്റീരിയൽ കൊണ്ടാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മൾ കൺസ്ട്രക്ഷൻ വൈസ് എടുക്കുമ്പോൾ ഞാനിപ്പോൾ DC മെഷീൻ്റെ കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്, ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ട് നോക്കിയിട്ടുള്ളത് അല്ലേ, അറിയുന്നുണ്ടല്ലോ. അപ്പോൾ എല്ലാ പാർട്സുകളും അത് എന്ത് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്നൊക്കെ ഒന്ന് നോക്കി പോവുക. റിപ്പീറ്റഡായി ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഭാഗങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഓരോന്നും ഈച്ച് ആൻഡ് എവരി വൺ എന്താണ് ഇമ്പോർട്ടൻറ്റ് ആണ് അല്ലേ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.